سئمت تكاليف الحياة ومن يعش 80 حولا 80 വർഷക്കാലം ഒരാൾ ജീവിച്ചാൽ എങ്ങനെയാണ് ഒരാൾക്ക് ജീവിതം മടുക്കാതിരിക്കുക? സഇംതു തകാലീഫൽ ഹയാതി വമൻ യഅശ്, ആരെങ്കിലും ഒരാൾ 80 വർഷക്കാലം ജീവിച്ചാൽ എങ്ങനെയാണ് ഒരാൾക്ക് ജീവിതം മടുക്കാതിരിക്കുക? എന്നാൽ അള്ളാഹുവിന്റെ മഹ്ശറ എന്ന് പറയുന്നത് 50,000 വർഷമാണ്. ഫീ യൗമിൻ, ഒരൊറ്റൊരു ദിവസം. പക്ഷേ കാന മിഖ്ദാറുഹു 50,000 സന, 50,000 വർഷത്തിന്റെ ദൈർഘ്യമുള്ള മഹ്ശറ ലോകം. ആ സമയത്തെ രംഗമാണ് അള്ളാഹു പറയുന്നത്, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി. സ്വന്തം ജ്യേഷ്ഠനെ കണ്ടാൽ, സ്വന്തം സുഹൃത്തിനെ കണ്ടാൽ ഓടിപ്പോകുമെന്നാണ്. വസാഹിബതിഹി വബനീഹി യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വഉമ്മിഹി വഅബീഹി. ഉമ്മയിൽ നിന്ന്, ഉമ്മയെ കണ്ടാൽ എൻ്റെ ഉമ്മ നിങ്ങളെ രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് ഓടിപ്പോകുന്ന രംഗം ഒന്ന് ഓർത്തു നോക്ക്. ഇന്ന് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം ചെല്ലുന്നത് ഉമ്മയുടെ അടുത്തേക്കാണ്. ഉമ്മ നമ്മുടെ ഒരു അഭയമാണ്, ഉമ്മ നമ്മുടെ ഒരു പ്രതീക്ഷയാണ്. എന്ത് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോൾ ഉമ്മയുമായൊന്ന് സംസാരിക്കുമ്പോൾ മനസ്സിനൊരു കുളിർമയാണത്. നമ്മുടെ അഭയം നമ്മുടെ ഉമ്മയാണ്. എന്നാൽ അതേ മാതാവിനെ, അതേ ഉമ്മയെ നാളെ മഹ്ശറ ലോകത്ത് കാണുമ്പോൾ ഈ മകൻ ഒളിച്ചോടുമെന്നാണ്. വഅബീഹി, ഉപ്പയും നമ്മുടെ അഭയകേന്ദ്രമാണ്. ആ ഉപ്പയെ കാണുമ്പോഴും മക്കൾ ഒളിച്ചോടുമെന്നാണ്. അതേപോലെ മക്കളെ ഏത് പ്രയാസമുള്ള സമയത്ത് പോലും ഉമ്മമാരെ കൈവടിയാറില്ല. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമീപത്തേക്ക് ഒരു മാതാവ് കടന്നു വന്നത് നമ്മൾക്ക് ഓർമ്മയുണ്ട്. തൻ്റെ ഷോൾഡറിൽ, തൻ്റെ മാറോട് ചേർത്ത് പിടിച്ചൊരു കുഞ്ഞിനെയുമായിട്ടാണ് കടന്നു വരുന്നത്. എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിക്കുന്നുണ്ട്, നബിയേ, നിങ്ങളല്ലയോ പറഞ്ഞത് അന അർഹമു മിനൽ ഉമ്മി ലിവലദിഹാ, അള്ളാഹുവിന് ഒരു ഉമ്മയ്ക്കും മക്കളോടുള്ള സ്നേഹത്തെക്കാളും കാരുണ്യത്തെക്കാളും അള്ളാഹുവിന് അടിമകളോട് കാരുണ്യമുണ്ട് എന്ന് നിങ്ങളല്ലയോ നബിയെ പറഞ്ഞത്? നബി തങ്ങൾ പറഞ്ഞു, അതെ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അന അർഹമു മിനൽ ഉമ്മി ലിവലദിഹാ, ഒരു ഉമ്മയ്ക്ക് മക്കളോടുള്ള സ്നേഹത്തെക്കാളും വാത്സല്യത്തെക്കാളും കാരുണ്യത്തെക്കാളും അള്ളാഹുവിന് അടിമകളായ നമ്മോട് സ്നേഹവും വാത്സല്യവും കാരുണ്യവും ഉണ്ട് എന്നാണ്. അപ്പൊ ചോദിച്ചു, എൻ്റെ ഈ മാറോട് ചേർത്തിരിക്കുന്ന ഈ പിഞ്ചു പൈതൽ, ഈ കുഞ്ഞിനെ നിങ്ങൾ കണ്ടു, ഇത് അടുപ്പാണ്, തീ പുകഞ്ഞുകൊണ്ട് തീ കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അടുപ്പാണിത്. ഈ അടുപ്പത്തേക്ക്, ഈ ഒരു തീയിലേക്ക് എൻ്റെ മാറോട് ചേർത്ത് പിടിച്ച ഈ കുഞ്ഞിനെ ഞാൻ വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അള്ളാഹു പറഞ്ഞത് ഉമ്മയ്ക്ക് മക്കളോടുള്ള കാരുണ്യത്തെക്കാളും അള്ളാഹുവിന് അടിമകളോട് കാരുണ്യമുണ്ട് എന്നാണ്. എൻ്റെ മകൻ, ഈ മകനെ തീയിലേക്ക് ഞാൻ വലിച്ചെറിയുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഞാനറിയില്ല, ഉറപ്പാണ്. പിന്നെ എങ്ങനെയാണ് അള്ളാഹു ഞങ്ങളെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നത്? നമ്മുടെ കൂടിയിരിക്കുന്ന നമ്മളൊക്കെ, നമ്മുടെ മക്കളൊന്ന് ഓർത്തു നോക്ക്. വലിയ മക്കൾ, കുറച്ച് വലുതായി വാശി പിടിക്കുന്ന മക്കളൊന്നും ഓർക്കണ്ട. ചെറിയ കുട്ടികൾ, നല്ല കുസൃതി പ്രായമുള്ള ആ ഒരു സമയം ഓർത്തു. ആ കുട്ടിയെ നമ്മളൊരു തീയിലേക്ക് വലിച്ചെറിയോ? ആ കുട്ടിക്ക് ചെറിയ ഒരു മുള്ള് തറക്കുന്നത് പോലും നമ്മൾക്ക് ഇഷ്ടമാണോ? കുട്ടിക്ക് പനി ബാധിച്ചാൽ നമ്മൾക്കും പനിയാണ്. കുട്ടി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മളും ഭക്ഷണം കഴിക്കൂല. ഈ രീതിയിൽ മക്കളെ സ്നേഹിച്ച് വളർത്തിയ നമ്മൾ ആലോചിക്ക്, എപ്പോഴെങ്കിലും നമ്മുടെ കുട്ടിക്ക് പ്രയാസമുണ്ടാകുന്ന വല്ലതും നമ്മൾ ചെയ്യോ? ഇല്ല. എന്തുകൊണ്ട്? അവരോടുള്ള സ്നേഹമാണ്. എന്നാൽ ഇവരോട് നമ്മൾക്കുള്ള സ്നേഹത്തെക്കാളും അള്ളാഹുവിന് നമ്മോട് സ്നേഹമുണ്ടെന്ന് പറഞ്ഞാൽ അള്ളാഹു നാളെ നമ്മെ രക്ഷപ്പെടുത്തുമെന്ന് എന്നല്ലേ അതിൻ്റെ അർത്ഥം? അള്ളാഹുവിന്റെ ഹബീബ് കരഞ്ഞുപോയി. മുഅ്മിനീങ്ങളെ, ഈ ഉമ്മയുടെ വാക്ക് കേട്ട് നബി തങ്ങൾ കരയാൻ തുടങ്ങി. നബി തങ്ങളുടെ താടിരോമങ്ങൾ നനഞ്ഞുപോയി. എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബ ഉമ്മയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇന്നല്ലാഹ ലാ യുഅദ്ദിബു ഇല്ല ശാരിദൽ മാരിദൽ മുതമദ്ദിദ്. അള്ളാഹു അടിമകളെ വെറുതെ അങ്ങോട്ട് ശിക്ഷിക്കൂല, വെറുതെ അങ്ങ് നരകത്തിലേക്ക് വലിച്ചെറിയൂല. പിന്നെ ആരെയാണ് അള്ളാഹു ശിക്ഷിക്കുന്നത്? അള്ളാഹു ശിക്ഷിക്കുന്നത് ധിക്കാരികളായ അടിമകളെയാണ്, അഹങ്കാരികളായ അടിമകളെയാണ്,
വോട്ട് കാട്ടുന്ന അടിമകൾ അതാരാണ്? അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് തെറ്റു ചെയ്യുന്നവർ. അടിമയിൽ നിന്ന് അറിയാതെ തെറ്റുവന്നാൽ അള്ളാഹു ശിക്ഷിക്കുകയേ ഇല്ല. നമ്മൾ അറിയാതെ നമ്മുടെ ഭാഗത്തൊരു തെറ്റുവന്നാൽ അള്ളാഹു അതിൻ്റെ പേരിൽ നമ്മെ ശിക്ഷിക്കുകയില്ല. മറന്നുകൊണ്ട് നമ്മളൊരു തെറ്റ് ചെയ്തു, അള്ളാഹു നമ്മെ ശിക്ഷിക്കുകയില്ല. അള്ളാഹുവേ, നീ ഞങ്ങളെ ലാ തുഅദ്ദിബ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ, അള്ളാഹുവേ, അറിയാതെ ചെയ്തതിൻ്റെ പേരിലും മറന്ന് ചെയ്തതിൻ്റെ പേരിലും ഒരു കാരണവശാലും നീ ഞങ്ങളെ ശിക്ഷിക്കല്ലേ എന്ന് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ ആയത്തിറക്കുന്നുണ്ട്. അള്ളാഹു അറിയാത്തതിൻ്റെ പേരിൽ ശിക്ഷിക്കുകയില്ല. പിന്നെ ആരെ ശിക്ഷിക്കുക? അറിയാതെ ചെയ്താൽ തെറ്റാണെന്ന് ബോധമുണ്ടാകുമ്പോൾ അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങുക. അത് അള്ളാഹുവിന് ഇഷ്ടമാണ്. ഇങ്ങനെ ഒരു റബ്ബിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ലേ? എന്നെ പേടിച്ച് എന്നോടുള്ള സ്നേഹം കൊണ്ട് എന്നോട് നിങ്ങൾ മാപ്പ് ചോദിച്ചില്ലേ? മാപ്പ് ചോദിക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമാണ്. തെറ്റാണെന്നറിഞ്ഞു, ചെയ്യാൻ പാടില്ലായിരുന്നു എന്നറിഞ്ഞു, എന്നിട്ടും തൗബ ചെയ്യാനോ തെറ്റ് തിരുത്താനോ ഒന്നും തയ്യാറായില്ല. താൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന രീതിയിൽ തെറ്റിനെ ന്യായീകരിച്ച് നടക്കുന്നവർ, അത്തരം ആളുകളെയാണ് അള്ളാഹു ശിക്ഷിക്കുക. അല്ലെങ്കിൽ ബോധപൂർവം അള്ളാഹു കാണട്ടെ, അള്ളാഹു അറിയട്ടെ, അള്ളാഹു എന്ത് ചെയ്യുമെന്ന് നോക്കാമെന്ന് വിചാരിച്ച് തെറ്റ് ചെയ്യുന്ന ആളുകൾ, അത്തരം ധിക്കാരികളായ ആളുകളെയാണ് അള്ളാഹു നരകത്തിലേക്ക് വലിച്ചെറിയുന്നത് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ ആ ഉമ്മ മക്കളോടുള്ള കാരുണ്യമാണ് ആ ഉമ്മ അള്ളാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞു കൊടുക്കുന്നത്. അതേപോലെ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ, ആയിഷ ബീവിയുടെ സമീപത്തേക്ക് ഒരു ഉമ്മ കടന്നു വരുന്നുണ്ട്. വയസ്സായൊരു ഉമ്മയാണ്. ആ ഉമ്മയുടെ കയ്യിൽ 2 മക്കളുണ്ട്. ചെറിയ ഒട്ടും പൊട്ടും തിരിയാത്ത 2 മക്കളുണ്ട്. മഹദിയായ ആയിഷ ബീവിയോട് ചോദിച്ചു വല്ലതും തരണമെന്ന്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ വീട്ടിലുണ്ടായിരുന്ന 3 ഈത്തപ്പഴം എടുത്ത് ആ ഉമ്മയുടെ കയ്യിൽ കൊടുക്കുന്നുണ്ട്. ഉമ്മ അതിൽ നിന്നൊരു ഈത്തപ്പഴം തൻ്റെ വലതുഭാഗത്തുള്ള കുഞ്ഞിന് കൊടുത്തു, മറ്റേ ഈത്തപ്പഴം ഇടതുഭാഗത്തുള്ള കുഞ്ഞിന് കൊടുത്തു. എന്നിട്ട് 2 പേരും തിന്നുന്നത് ആസ്വദിക്കുകയാണ്. 3ാമത്തൊരു ഈത്തപ്പഴം ആ ഉമ്മ തിന്നാൻ നിൽക്കുമ്പോഴാണ് മറ്റേ 2 കുഞ്ഞുങ്ങളും ഉമ്മയോട് ഉമ്മ ആ ഈത്തപ്പഴം കൂടി തരൂ എന്ന് പറഞ്ഞ് കൈ നീട്ടിയത്. ഉമ്മക്ക് വിശപ്പുണ്ട്, പട്ടിണിയാണ്, ഉമ്മയും പട്ടിണിയാണ്. പക്ഷേ തൻ്റെ 2 മക്കൾ വലതുഭാഗത്തു നിന്നും ഇടതുഭാഗത്തു നിന്നും ആ ഒരു ഭക്ഷണം തരുമോ എന്ന് ചോദിക്കുമ്പോൾ ഉമ്മയുടെ പട്ടിണി മറക്കുകയാണ്. അതോടുകൂടി ആ ഈത്തപ്പഴം 2 കഷ്ണമാക്കി, ഒരു കഷ്ണം ഒരു കുഞ്ഞിനും മറ്റേ കഷ്ണം മറ്റൊരു കുഞ്ഞിനും കൊടുക്കുകയുണ്ടായി. എന്നിട്ട് ഈ ഉമ്മ പട്ടിണി കിടക്കുകയാണ്. ഇത് കണ്ടപ്പോൾ മഹദിയായ ആയിഷ ബിവി റളിയല്ലാഹു അൻഹയുടെ മനസ്സ് വേദനിക്കുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നപ്പോൾ മഹദിയായ ആയിഷ ബിവി കാര്യം പറഞ്ഞു. നബിയെ, ഇങ്ങനൊരു ഉമ്മ വന്നത്, അവർക്ക് ഈത്തപ്പഴം കൊടുത്തത്, എന്നിട്ട് ആ ഉമ്മ സ്വന്തം കഴിക്കാതെ പട്ടിണി കിടന്നുകൊണ്ട് ആ ഭക്ഷണം ആ ഈത്തപ്പഴം 2 മക്കൾക്ക് കൊടുത്തത്. നബി തങ്ങൾ പറഞ്ഞു, ഇതുപോലെയുള്ള മക്കളെ കൊണ്ട് ഏതൊക്കെ ഉമ്മമാരാണ് പരീക്ഷിക്കപ്പെടുന്നത്, ആ ഉമ്മമാർക്കെല്ലാം അള്ളാഹു സ്വർഗം നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. മക്കളെ കൊണ്ടൊക്കെ വലിയ പരീക്ഷണം ഉണ്ടാവും. ഭക്ഷണം കൊടുക്കാൻ കഴിയില്ല, വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ കഴിയില്ല, എന്നിട്ടും നമ്മൾ ത്യാഗം ചെയ്യും. ആ ത്യാഗത്തിനൊക്കെ പ്രതിഫലമുണ്ടെന്നാണ്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ വളർത്തിയതിൻ്റെ പേരിൽ അള്ളാഹു നമ്മൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഉമ്മയ്ക്ക് മക്കളോടുള്ള കാരുണ്യം ഇതാണ്. എന്നാൽ ഇതിനേക്കാളും കാരുണ്യം അള്ളാഹുവിന് നമ്മളോടുണ്ട്. നാളെ മഹ്ശറാലോകത്ത് യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീ. ഉമ്മയ്ക്ക് മക്കളോട് സ്നേഹമുണ്ട്, പക്ഷേ മഹ്ശറാലോകത്ത് ആ സ്നേഹം പ്രകടിപ്പിക്കാൻ ഉമ്മയ്ക്ക് കഴിയില്ല. മുഅ്മിനീങ്ങളെ, ഉപ്പയ്ക്ക് കഴിയില്ല, മക്കൾക്ക് കഴിയില്ല, ഭാര്യയ്ക്ക് കഴിയില്ല, ഭർത്താവിന് കഴിയില്ല. പക്ഷേ ആ സമയത്ത് നമ്മുടെ കൂടെ നിൽക്കുന്നത് ഒരേ ഒരാളാണ്. الشفاعة هب لنا في القيامة مشفقا وهلنا إن ضاع يا سيدي خير النبي. അള്ളാഹുവിന്റെ ഹബീബേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സമയത്ത് താങ്കൾ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ എന്ന പ്രാർത്ഥനയാണ് നമ്മൾ നമ്മുടെ
എല്ലാ മൗലീദിലും നമ്മൾ പാരായണം ചെയ്യുന്നത് അള്ളാഹുവിന്റെ ഹബീബിന്റെ ശഫാഅത്ത് ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. അപ്പൊ അതാണ് സൂറത്തു തൗബയിൽ അവസാനത്തെ ആയത്ത് പറയുന്നത്, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഒരു പ്രവാചകനെ ഞാൻ പറഞ്ഞയച്ചു. എന്തിന്? അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്കൊരു പ്രയാസമുണ്ടാകുന്നത് അള്ളാഹുവിന്റെ ഹബീബിനും പ്രയാസമാണ്. നമ്മുടെ വേദന നമ്മളെക്കാളും അനുഭവിച്ചത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. എന്നാൽ ഹദീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, നിങ്ങളുടെ വിഷയത്തിൽ മുഅ്മിനീങ്ങളായ സത്യവിശ്വാസികളുടെ വിഷയത്തിൽ ഒരുപാട് താല്പര്യമുള്ള ആളാണ് അള്ളാഹുവിന്റെ ഹബീബ്. നമ്മുടെ നന്മയാണ് ആഗ്രഹിക്കുന്നത്, നമ്മുടെ വിജയമാണ് ആഗ്രഹിക്കുന്നത്, നമ്മോട് കാരുണ്യവും നമ്മോട് വളരെ സ്നേഹവുമുള്ളൊരു പ്രവാചകനെയാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞയച്ചത് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇനി നബി തങ്ങളുടെ ഒരു പ്രാർത്ഥന, നബി തങ്ങൾ ഉമ്മത്തിന് വേണ്ടി എല്ലാ നിസ്കാരത്തിലും ഒരു ദുആ ചെയ്തിട്ടുണ്ടെന്നാണ്. എല്ലാ നിസ്കാരത്തിലും നമ്മൾ എന്തിനാണ് നബി തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലുന്നത്? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ മഹ്ശറാ ലോകത്ത് എന്നോട് ഏറ്റവും അടുത്തവൻ എനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിയവരാണ്. എന്നോട് ഏറ്റവും അടുത്തവൻ എൻ്റെ കൂടെ ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഞാനുമായി ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്നവൻ, എൻ്റെ ശഫാഅത്തിന് അർഹരാകുന്ന ആളുകൾ എനിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലുന്നവരാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നബിത്തങ്ങൾക്ക് ഈ സ്വലാത്ത് ചൊല്ലിയത് കൊണ്ട് നബിത്തങ്ങൾക്ക് ഒന്നും കിട്ടാനില്ല, അല്ലേ? അങ്ങനെ തന്നെയല്ലേ? നമ്മൾ സ്വലാത്ത് ചൊല്ലിയത് കൊണ്ട് നബിത്തങ്ങളുടെ മഹത്വം ഇനി വർദ്ധിക്കാനുണ്ടോ? ഉണ്ടോ? നബിത്തങ്ങൾ അള്ളാഹുവിൻ്റെ ഉന്നതമായ ദറജ ഓൾറെഡി അള്ളാഹുവിൻ്റെ ഹബീബിന് കിട്ടിക്കഴിഞ്ഞു. പിന്നെ ഈ സ്വലാത്തിൻ്റെ പിന്നിലുള്ള യുക്തി എന്താണ്? നബിത്തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു നമ്മെ ഇഷ്ടപ്പെടും, അള്ളാഹു നമ്മെ സ്നേഹിക്കും. നബിത്തങ്ങൾക്ക് നമ്മുടെ സ്വലാത്ത് കൊണ്ടൊന്നും കിട്ടാനില്ല. അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരാളാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഇഷ്ടപ്പെട്ട ഒരാളെ നമ്മൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു നമ്മയും സ്നേഹിക്കും. അപ്പൊ അള്ളാഹുവിൻ്റെ സ്നേഹം നമ്മൾക്ക് ലഭിക്കാൻ വേണ്ടിയാണ് നബിത്തങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ പറഞ്ഞത്. നബിത്തങ്ങൾക്ക് കാര്യമുണ്ടായിട്ടല്ല, ഉമ്മത്തിന് കാര്യമുണ്ടായിട്ടാണ്. നമ്മുടെ കാര്യലാഭമാണ് ഈ സ്വലാത്ത് എന്ന് പറയുന്നത്, നമ്മുടെ കാര്യലാഭമാണ്. നബിത്തങ്ങൾ പറയാണ്, എനിക്ക് വേണ്ടി നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയാൽ. നബിത്തങ്ങൾ വരുന്ന സദസ്സിലേക്ക് സ്വഹാബാക്കൾ എണീറ്റ് നിൽക്കുന്ന സമയത്ത് നബിത്തങ്ങൾ അതുപോലും ഇഷ്ടപ്പെട്ടിരുന്നില്ല എന്നാണ്. നബിത്തങ്ങൾ വരുമ്പോൾ, ആലിമ്യങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ എണീറ്റ് നിൽക്കും. പക്ഷെ നബിത്തങ്ങൾക്ക് അത് ഇഷ്ടമായിരുന്നില്ല എന്നാണ്. നബിത്തങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്ന് വെച്ച് സ്വഹാബാക്കൾ എണീറ്റ് നിന്നിട്ടില്ല എന്നല്ല, അവർ എണീറ്റ് നിന്നിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഉമ്മത്തിനോട് ഇത്രയും മയത്തോടെ പെരുമാറിയ നബിത്തങ്ങൾ നമ്മോട് സ്വലാത്ത് ഒരുപാട് വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞത് നബിത്തങ്ങൾക്ക് കാര്യലാഭമുണ്ടായിട്ടല്ല, അത് നമ്മുടെ കാര്യലാഭമാണ്. എന്താണ് അതുകൊണ്ട് നമ്മൾക്ക് നേട്ടം? അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരനായി മാറാൻ നമ്മൾക്ക് സാധിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസന്നമായ മുഖം കണ്ടപ്പോൾ ഒരു കാര്യം ആവശ്യപ്പെടാണ്. നമ്മുടെയൊക്കെ ഭാര്യമാർ അങ്ങനെയാണ്, അല്ലേ? നല്ലൊരു സന്തോഷമുള്ള സമയം കാണുമ്പോൾ ഭാര്യമാർ പതുക്കെ വന്നിട്ട് എനിക്ക് അത് വാങ്ങിച്ചു തരുമോ, ഇത് വാങ്ങിച്ചിട്ട് തരുമോ എന്നൊക്കെ ചോദിക്കും. നല്ല ദേഷ്യമുള്ള സമയമാണ്, അങ്ങനെ ഉണ്ടാവില്ല, നല്ല ചുടിച്ചു നിൽക്കുന്ന സമയത്ത് പ്രത്യേകിച്ചിട്ടൊന്നും വാങ്ങിച്ചു തരാൻ പറയൂല, കാരണം ഒന്നും കിട്ടൂല എന്ന് ഉറപ്പാണ്. അപ്പോൾ നമ്മൾ നല്ലൊരു ഹാപ്പിയായി ഫ്രീ ആയൊരു സമയത്ത് നമുക്ക് അവിടെ പോയാലെന്തേ, പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയാലെന്തേ, നമ്മൾക്കൊരു സ്വർണം വാങ്ങിച്ചാലെന്തേ, അങ്ങനെയൊക്കെ ഭാര്യമാർ ചോദിക്കും. അതേപോലെ അള്ളാഹുവിൻ്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ പ്രസന്നമായ മുഖം കണ്ടപ്പോൾ മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അള്ളാഹുവിൻ്റെ ഹബീബിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ ഹബീബേ, ഉദ്ഉല്ലാഹ ലി, എനിക്ക് വേണ്ടി അങ്ങ് ദുആ ചെയ്യുമോ, എനിക്ക് വേണ്ടി അള്ളാഹുവിനോട് അങ്ങ് പ്രാർത്ഥിക്കുമോ നബിയെ എന്ന് ചോദിച്ചു. എനിക്ക് വേണ്ടി നബി തങ്ങളെ ഒന്ന് ദുആ ചെയ്യുമോ? ആയിഷ ബീവിക്ക് ചോദിക്കാനുള്ളത് അതാണ്. നമ്മൾക്ക് ചോദിക്കാനുള്ളത് ചൂരിദാറും സ്വർണവും കൈച്ചെയിനും കാൽ ചെയിനൊക്കെയാണ്, റിങ്ങൊക്കെയാണ്. എന്നാൽ ആയിഷ ബീവിക്ക് ചോദിക്കാനുള്ളത്, നബി എനിക്ക് വേണ്ടി അള്ളാഹുവിനോടൊന്ന് ദുആ ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പോൾ നബി തങ്ങൾ ദുആ ചെയ്യാൻ എന്ത്
اللهم اغفر لعائشة ما تقدم من ذنبها وما تأخر وما أسرت وما أعلنت. അല്ലാഹുവേ, എൻ്റെ പ്രിയപ്പെട്ട പത്നിയായ ആയിഷ ബീവിയുടെ എല്ലാ കഴിഞ്ഞുപോയ ദോഷങ്ങളും നീ പുറത്തു കൊടുക്കണേ അല്ലാ. വരാനിരിക്കുന്ന എല്ലാ പാപങ്ങളും നീ പുറത്തു കൊടുക്കണേ അല്ലാ. ആയിഷ ബീവി രഹസ്യമായി ചെയ്ത തെറ്റുകൾ നീ പുറത്തു കൊടുക്കണേ അല്ലാ. പരസ്യമായി ചെയ്ത എല്ലാ ചിന്മകൾക്കും നീ മാപ്പ് നൽകണേ അല്ലാ എന്ന് മഹദിയായ ആയിഷ ബീവിക്ക് വേണ്ടി അല്ലാഹുവിന്റെ ഹബീബ് ദുആ ചെയ്തപ്പോൾ ആയിഷ ബീവിക്ക് സന്തോഷമായി. ഫളഹികത്, ആയിഷ ബീവി ചിരിച്ചു എന്ന് മാത്രമല്ല, ചിരി കാരണം നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നാണ്. ചിരിച്ച് നബി തങ്ങളുടെ മടിത്തട്ടിലേക്ക് വീണു. സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് ആയിഷ ബീവി ചിരിച്ചുകൊണ്ട് നബി തങ്ങളുടെ മടിത്തട്ടിലേക്ക് വീഴുകയാണ്. فضحكت عائشة رضي الله عنها حتى سقط رأسها في حجرها. മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചിരിച്ചുകൊണ്ട് മടിത്തട്ടിലേക്ക് വീഴുകയാണ്. فقال لها رسول الله, അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, ആയിഷ അയസുറുകി ദുആഇ, എൻ്റെ ഈ പ്രാർത്ഥന നിന്നെ സന്തോഷിപ്പിച്ചോ ആയിഷ? എൻ്റെ ദുആ കാരണം നീ സന്തോഷിച്ചോ ആയിഷ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ആയിഷ ബീവി ചോദിക്കുന്നത്, മാലീ ലാ യസുറുനി ദുആഉക്, നബിയേ നിങ്ങളുടെ ദുആയിൽ എങ്ങനെയാണ് നബിയെ ഞാൻ സന്തോഷിക്കാതിരിക്കുക? അങ്ങനൊരു പ്രാർത്ഥനയാണല്ലോ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. എന്തൊരു ദുആയാണ് നബിയെ! കഴിഞ്ഞു പോയത്, വരാനിരിക്കുന്നത്, രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, ഇതെല്ലാം പുറത്തു തരണമെന്ന് നിങ്ങൾ ദുആ ചെയ്താൽ ഞാൻ മരണപ്പെടുന്ന സമയത്ത് ഒരു ദോഷമെങ്കിലും എനിക്ക് ബാക്കിയുണ്ടാകുമോ നബിയെ? എന്തൊരു ദുആയാണത്! എങ്ങനെ ഞാൻ സന്തോഷിക്കാതിരിക്കും? അപ്പോഴാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ആയിഷ എന്നാൽ നീ കേട്ടോ, വല്ലാഹി ഇന്നഹാ ലദഅവതി ലിഉമ്മതി ഫീ കുല്ലി സ്വലാഹ്. ആയിഷ ബീവി, വല്ലാഹി അല്ലാഹുവാണ് സത്യം, ഇതാണ് ഞാൻ എൻ്റെ ഉമ്മത്തിന് വേണ്ടി, എൻ്റെ സമുദായത്തിന് വേണ്ടി, എൻ്റെ ശേഷം വരുന്ന മുസ്ലിമീങ്ങൾക്ക് വേണ്ടി എല്ലാ നിസ്കാരത്തിലും ഞാൻ ഇതേ ഒരു ദുആ ചെയ്യുന്നുണ്ട് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് വേണ്ടി, ഇവിടെ കൂടിയിരിക്കുന്ന നമ്മൾക്കൊക്കെ വേണ്ടി അല്ലാഹുവിൻ്റെ ഹബീബ് ദുആ ചെയ്യുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതുകൊണ്ട് നമ്മൾക്ക് നാളെ രക്ഷപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. സ്നേഹം അമലിനേക്കാളും പ്രധാനമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അമല് കൊണ്ട് രക്ഷപ്പെട്ടുകൊള്ളണമെന്നില്ല, പക്ഷെ സ്നേഹം കൊണ്ട് നമ്മൾ രക്ഷപ്പെടും. സ്വഹാബാക്കളൊക്കെ സ്നേഹിക്കുന്നവരായിരുന്നു, അവർക്കതിൻ്റെ കൂടെ അമലുണ്ടായിരുന്നു. എന്നാലും സ്നേഹത്തിനാണ് അവർ മുൻഗണന നൽകിയത്. സ്നേഹം വളരെ പ്രധാനമാണ്, അല്ലേ? അമലൊന്നുമില്ല എന്ന് വിചാരിക്കും. നിങ്ങൾ ആരും അമല് ചെയ്തില്ല, അങ്ങനെ വിചാരിക്കുക, അങ്ങനെ സങ്കല്പിക്കുക. അമലൊന്നും നമ്മുടെ കയ്യിലില്ല. പക്ഷെ നമ്മൾ നബി തങ്ങളെ ആത്മാർത്ഥമായി നമ്മൾ സ്നേഹിക്കുമ്പോൾ അമല് വരും, അത് വേറെ വിഷയമാണ്. നബി തങ്ങളെ സ്നേഹിക്കുമ്പോൾ നബി തങ്ങൾ പറഞ്ഞതുപോലെ നമ്മൾ ജീവിക്കും. ഏതായാലും ആലിമീങ്ങളെ, അള്ളാഹുവിൻ്റെ ഔലിയാക്കളൊക്കെ മനസ്സിൽ സ്നേഹിച്ച് നമ്മൾ നടന്നു. ആ സ്നേഹം കൊണ്ട് നമ്മൾക്ക് നാളെ രക്ഷപ്പെടാൻ കഴിയുമെന്നാണ്. ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങൾ ഇവിടെ വേണം, നമ്മൾ കുറേ സമയമൊന്നും പ്രസംഗിക്കാനില്ല, ഏകദേശം 9 മണിയായി, ഒരു 1-1.5 മണിക്കൂറിന് ഉണ്ടാവുള്ളൂ. ഉദാഹരണം ഞാൻ ചോദിക്കുകയാണ്, മദീനയിൽ വെച്ച് നിസ്കരിക്കലാണോ അല്ല മക്കയിൽ വെച്ച് നിസ്കരിക്കലാണോ ഏറ്റവും പുണ്യമുള്ള അമൽ, ഏറ്റവും പ്രതിഫലമുള്ള അമൽ, ഏറ്റവും കൂടുതൽ കൂലി പ്രതിഫലം എവിടെ വെച്ച് നിസ്കരിച്ചാല? മദീന പള്ളിയിലാണോ, മസ്ജിദുൽ നബവിയിലാണോ, മസ്ജിദുൽ ഹറമിലാണോ? എവിടെയാണ്? മദീനയിലാ? മക്കയിലാ? എവിടെയാണ്? മക്കയിലാണ്, അല്ലേ? ഒരു റക്അത്തിന് 10 ലക്ഷം പ്രതിഫലമാണ്. ലക്ഷമെന്ന അഭിപ്രായമുണ്ട്, 10 ലക്ഷം എന്ന അഭിപ്രായമുണ്ട്. മദീനയിൽ 1000 റക്അത്തിന്റെ പ്രതിഫലമാണ്. മക്കയും മദീനയും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏത് നാടാണ് ഏറ്റവും ഉത്തമമെന്ന് ചർച്ച പണ്ഡിതന്മാർ ആലിമ്യങ്ങൾക്കിടയിലുണ്ട്. മദീനയാണ് ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്നവരുണ്ട്. അല്ല, മദീനയിൽ അള്ളാഹുവിൻ്റെ ഹബീബ് അന്ത്യവിശ്രമം കൊള്ളുന്ന റൗളയാണ്. മദീനയും മക്കയും കമ്പയർ ചെയ്താൽ മക്കയാണ്. പക്ഷെ ലോകത്തെ ഏറ്റവും നല്ല സ്ഥലം, മണ്ണ്, അത് ഹബീബ് അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണാണ് എന്ന് ആലിമ്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്.
അമല് വെച്ച് നോക്കുകയാണെങ്കിൽ മക്കയാണ്, സ്നേഹം വെച്ച് നോക്കുകയാണെങ്കിൽ മദീനയാണ്. ഇതൊരു ക്ലോസ്ഡ് ഓഡിറ്റോറിയം ആയതുകൊണ്ട് നമ്മൾക്ക് ഇങ്ങനെ ഒരു ക്ലാസ് സ്റ്റൈൽ പ്രസംഗിക്കൽ ഏറ്റവും നല്ലത്. ഇങ്ങനെ ചറപറാന്ന് പോയിട്ടുള്ള കാര്യമൊന്നുമില്ല അല്ലേ? അങ്ങനെ തന്നെ നല്ലത്. നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടോ മാത്രം പറഞ്ഞാൽ മതി. ഇത് ഏറ്റവും സൗകര്യമാണ് ഇത്തരം സദസ്സുകൾ. മറ്റേ നമ്മുടെ റോഡ് സൈഡിലുള്ള സദസ്സിനേക്കാളൊക്കെ ഏറ്റവും പുണ്യം ഇതാണ്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഖൈറാക്കട്ടെ. മദീനയാണോ മക്കയാണോ ഏറ്റവും നല്ലതെന്ന് ചോദിച്ചാൽ അമല് വെച്ച് നോക്കുമ്പോൾ മക്കയാണ്. കാരണം ഒരു റക്അത്തിന് 10 ലക്ഷം റക്അത്തിന്റെ പ്രതിഫലം മക്കയിലുണ്ട്. പിന്നെയോ മക്കയിൽ വേറെന്താ ഉള്ളത്? കഅബയുണ്ട്. കഅബയെ നോക്കിയിരിക്കൽ പുണ്യമാണ്. കഅബയെ നോക്കിയിരിക്കൽ പുണ്യമാണ്. മക്കയിലുണ്ടെങ്കിൽ ത്വവാഫ് ചെയ്യാം. നമ്മൾക്ക് ത്വവാഫ് ചെയ്താൽ അതിനുള്ള പ്രതിഫലം എന്താ? അള്ളാഹുവിന് വേണ്ടി 7 ത്വവാഫ് ചെയ്യാണ്. കഅബയുടെ ചുറ്റും നമ്മൾ ചുറ്റാണ്. അതിന് പ്രതിഫലമുണ്ട്. നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. ഉംറ ചെയ്യാം. ആയിഷ പള്ളിയിൽ പോയി ഇഹ്റാം കെട്ടി ഉംറ ചെയ്യാം. ഒരു ഉംറ മുതൽ അടുത്ത ഉംറ വരെയുള്ള സമയം നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ അള്ളാഹു പുറത്തു തരുമെന്നാണ്. അഥവാ നമ്മൾ ഈ വർഷം ഒരു ഉംറ ചെയ്തു, അടുത്ത വർഷം വീണ്ടും പോയി നമ്മൾ ഉംറ ചെയ്യാൻ. അപ്പോൾ ഈ വർഷത്തിൻ്റെയും ആ അടുത്ത വർഷം ചെയ്യുന്ന ആ ഒരു വർഷക്കാലയളവിൽ നമ്മളിൽ നിന്നുണ്ടാകുന്ന ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ തൗബയുടെ ആവശ്യം പോലുമില്ലാതെ അള്ളാഹു നമ്മൾക്ക് പുറത്തു തരുമെന്നാണ്. ഉംറയുണ്ട്, ഹജ്ജുണ്ട്, മഖാമു ഇബ്രാഹിം ഉണ്ട്, അതേപോലെ ഹജറുൽ അസ്വദ് ഉണ്ട്, ദുആഇൻ ഇജാബത്തുള്ള സ്വർണ്ണ പാത്തിയുണ്ട്, മുൽത്തസമുണ്ട്, കഅബയുടെ വാതിലുണ്ട്, റുക്നുൽ യമാനിയുണ്ട്, നമ്മുടെ സംസം വെള്ളം നിലനിൽക്കുന്ന സ്ഥലമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഹിജ്ർ ഇസ്മായിൽ ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ നന്മയുടെ കേന്ദ്രമാണ് മക്ക എന്ന് പറയുന്നത്. എന്നാൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് മക്കയിൽ നിൽക്കാനല്ല, മദീനയിൽ നിൽക്കാനാണ് അല്ലേ? നമ്മളൊക്കെ മരണപ്പെടാൻ ആഗ്രഹിക്കുന്നത് എവിടെ? മദീനയിൽ. നമ്മളൊക്കെ ഒരുപാട് കാലം ഇവിടെ വീടെടുത്ത് താമസിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് എവിടെ? മദീനയിൽ. എന്തുകൊണ്ട്? അത് സ്നേഹമാണ്. ഇത് സ്വഹാബാക്കളുടെ പാതയാണ്. ഇത് സ്വഹാബാക്കളുടെ വഴിയാണ്. ഉദാഹരണം നമ്മൾക്ക് നോക്കാം. പരിശുദ്ധ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹു തആല ദഅവത്തിന് വേണ്ടി നിയോഗിക്കുന്നത് 40ാമത്തെ വയസ്സിലാണ്. ദഅവത്തിന് വേണ്ടി അല്ലാഹു നിയോഗിക്കുന്നത് 40 വയസ്സായപ്പോഴാണ് നബി തങ്ങൾ പ്രബോധനവുമായി കടന്നു വന്നത്. പർവ്വതത്തിന്റെ മുകളിൽ കയറി നബി തങ്ങൾ ചോദിച്ച ചോദ്യം നമ്മൾക്കറിയാം. ഈ പർവ്വതത്തിന്റെ പിന്നാലെ ഒരു സൈന്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ലയോ? അവർ പറഞ്ഞ മറുപടി, ഞങ്ങൾ വിശ്വസിക്കുമെന്ന് ഉറപ്പല്ല നബിയെ. ഇന്നേ വരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നുണ നിങ്ങൾ പറഞ്ഞിട്ടില്ല. ഷുവർ, നിങ്ങളെ കൊണ്ട് ഞങ്ങൾ വിശ്വസിക്കും. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, അല്ലാഹുവല്ലാതെ മറ്റൊരു ഇലാഹില്ല, ഞാൻ അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കണം. ഇത് പറയുമ്പോഴല്ലയോ മക്കക്കാരായ മുശ്രിക്കീങ്ങൾക്ക് അള്ളാഹുവിന്റെ ഹബീബിനോട് ശത്രുത തുടങ്ങിയത്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞതിന്റെ പേരിലല്ലയോ മഹാനായ ബിലാൽ തങ്ങളെ നഗ്നനാക്കി ചുട്ടുകൊഴുത്ത മരുഭൂമിയിലൂടെ വലിച്ചു കൊണ്ടുപോയി ശരീരത്തിലേക്ക് പാറക്കൂട്ടങ്ങൾ വലിച്ചിഴച്ചു വെച്ചത്. ദാഹിച്ചു വലയുന്ന ബിലാൽ തങ്ങളുടെ വായയിലേക്ക് മൂത്രമൊഴിച്ചു കൊടുത്തത്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞതിന്റെ പേരിലല്ലയോ മഹാനായ ഖബ്ബാബ് തങ്ങളെ വലിയ ഒരു തീക്കുണ്ടാരമുണ്ടാക്കി തീക്കുണ്ടാരത്തിൽ മലർത്തിക്കിടത്തിയത്. അത് പോരാഞ്ഞിട്ട് നെഞ്ചത്തേക്ക് ചവിട്ടിയത്. ബോധം നഷ്ടപ്പെട്ടപ്പോൾ ആ തീക്കുണ്ടാരത്തിൽ നിന്നെടുത്ത് പുറത്തേക്ക് വലിച്ചെറിഞ്ഞത്. ഇതൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞതിന്റെ പേരിലല്ലയോ? ഇത് പറയുന്നത് വരെ അള്ളാഹുവിന്റെ ഹബീബിനെ അവർക്ക് ഇഷ്ടമായിരുന്നു. നബി തങ്ങൾ കളവ് പറയൂല എന്ന് ഉറപ്പായിരുന്നു. നബി തങ്ങൾ വിശ്വസ്തനാണെന്ന് അവർക്ക് ഉറപ്പായിരുന്നു. സത്യസന്ധനാണെന്ന് ഉറപ്പായിരുന്നു. പക്ഷേ സത്യം വിളിച്ചു പറഞ്ഞപ്പോഴേക്കും ചില ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് ഇന്നും അങ്ങനെ തന്നെയാണ്. സത്യം വിളിച്ചു പറയുന്നത് ആർക്കും ഇഷ്ടമല്ല. ഇപ്പൊ സംഘടനയിലായാലും രാഷ്ട്രീയ പാർട്ടിയിലായാലും സത്യം വിളിച്ചു പറയുന്ന ആളുകൾ എവിടെയെങ്കിലും ഒരു മൂലക്ക് കൊണ്ടുപോയിരുത്തും. അതങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെയാണ്. സത്യം വിളിച്ചു പറയുന്ന ആളുകൾ എവിടെയെങ്കിലും മൂലക്ക് കൊണ്ടിട്ടിരുത്തും. വിളിച്ചു പറയുന്ന ആൾ, സത്യമായി പറയുന്ന ആളുകൾ പള്ളി കമ്മിറ്റിയിലായാലും അങ്ങനെ തന്നെ സത്യമൊക്കെ മൂടി വെച്ച് ബാലൻസ്ഡായി ഫ്ലെക്സിബിളായി ജീവിക്കുന്നതാണ് ഇന്നത്തെ കാലത്തെ യുക്തി അല്ലേ? അങ്ങനല്ലേ? അല്ലേ? എന്തെങ്കിലും മിണ്ടാത്ത അങ്ങനെ തന്നെയാണ്. അങ്ങനെ അല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യം സത്യം നമ്മൾ വിളിച്ചു പറഞ്ഞാൽ
പിന്നെ സൈബർ പോരാളികളുടെ കൂട്ടമായ അക്രമമായിരിക്കും. എന്തെങ്കിലും ഒരു യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞാൽ സൈബർ പോരാളികളുണ്ട്, ലക്കും ലഗാനുമില്ലാത്ത കുറച്ച് സൈബർ പോരാളികൾ. അവരുടെ അറ്റാക്കിങ്, ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു സത്യം വിളിച്ചു പറഞ്ഞാൽ ഒരുപാട് കാലം ഇവിടെ ജീവിക്കണം എന്ന് പറഞ്ഞിട്ട് ആരും ഭൂമിയിലേക്ക് വരുന്നുണ്ടോ? നമ്മൾക്കൊക്കെ ഞാൻ 100 കൊല്ലം ജീവിക്കുമെന്ന് ടെൻഡർ എടുത്തിട്ടാണ് വരുന്നത്? അല്ല. ജീവിക്കുന്ന കാലത്ത് അന്തസ്സോടെ അഭിമാനത്തോടെ സത്യം പറഞ്ഞ് ജീവിക്കുക. ഇനിയിപ്പോൾ നാളെ മരിച്ചുപോയാൽ ഇങ്ങനൊരാൾ ജീവിച്ചു എന്ന് ലോകം ചർച്ച ചെയ്യും, അല്ലേ? ടിപ്പു സുൽത്താനൊക്കെ പറഞ്ഞതുപോലെ ഒരുപാട് കാലം ഒരു പൂച്ചയെ പോലെ ജീവിക്കുന്നതിനേക്കാളും നല്ലത് ഒരു ദിവസം ഒരു പുലിയായി ജീവിക്കലാണ്. പിന്നെ അത് അനുസ്മരിക്കപ്പെടും. ഞാൻ പറഞ്ഞു വരുന്നത്, സത്യം വിളിച്ചു പറയുന്നത് പലപ്പോഴും പലരെയും വേദനിപ്പിക്കാറുണ്ട്. പക്ഷെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. സത്യം, അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് എന്താണ്? ഖുലിൽ ഹഖ്ഖ വഇൻ കാന മുർറാ. നിങ്ങളുടെ തല തെറിച്ചാലും സത്യം പറയുന്നതിൽ നിങ്ങൾ മടി കാണിക്കരുത്. ജീവിതത്തിൽ സത്യമേ നിങ്ങൾ പറയാൻ പാടുള്ളൂ. അല്ലാ യഖാഫ ഫില്ലാഹി ലൗമത ലായിം. ദീനിന്റെ വിഷയം പറയുമ്പോൾ ഒരാളെയും നിങ്ങൾ പേടിക്കേണ്ടതില്ല എന്നും പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയുടെ ഭരണകർത്താക്കളെ കുറിച്ചൊരു ആയത്ത് പറയുന്നുണ്ട്. ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅഖാമസ് സ്വലാത്ത വആതവുസ് സകാത്ത വലം യഖ്ശ ഇല്ലല്ലാഹ്. അല്ലാഹുവിനെ മാത്രം പേടിക്കുന്നവർ, അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുന്നവർ, ഇവർ മാത്രമേ പള്ളി ഭരിക്കാൻ പാടുള്ളൂ എന്ന് ആണയിട്ട് പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആനിൽ. വലം യഖ്ശ ഇല്ലല്ലാഹ്. അള്ളാഹുവിനെ മാത്രം പേടിക്കുക, വേറെ ഒരാളെയും പേടിക്കാതെ ഹഖായി പറയുന്ന ആളുകൾക്ക് മാത്രമാണ് പള്ളിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള അവകാശമുള്ളൂ എന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ സത്യമായി നമ്മൾ വിളിച്ചു പറയണം. എവിടെയും അതിന് മടി കാണിക്കേണ്ട ആവശ്യമില്ല. അത് ആരായാലും ശരി, അല്ലേ? നമ്മളൊക്കെ മൂടി വെച്ചാൽ പിന്നെ ആരിതൊക്കെ പറയാം. നമ്മുടെ CM ഉസ്താദ് അവർകളുടെ ഞാൻ പറയാൻ കാരണം, CM ഉസ്താദ് നിങ്ങൾക്കൊക്കെ അറിയോ, കാസർഗോഡ് ജില്ലയിൽ വളരെ ദാരുണമായി, ദയനീയമായി, ആസൂത്രിതമായൊരു കൊലപാതകം നടക്കുകയുണ്ടായി. അതുമായൊരു ബന്ധപ്പെട്ട വിഷയം കാസർഗോഡ് ജില്ലയിൽ ചർച്ച ചെയ്തപ്പോൾ പലരും പല രീതിയിൽ പ്രതികരിക്കുകയുണ്ടായി. ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ പറയാണ്. നമ്മൾ പറയേണ്ടത് പറയണം. പിന്നെ ആരാ ഇത് പറയാ? 9 വർഷക്കാലമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കരുത്തനായ വൈസ് പ്രസിഡന്റ് വളരെ ദാരുണമായി, നിഷ്ഠൂരമായി, ദയനീയമായി, ആസൂത്രിതമായി കൊല ചെയ്യപ്പെട്ടത്. ഇന്നും നീതിക്ക് വേണ്ടി ഊണും ഉറക്കമില്ലാതെ കരങ്ങിക്കലഞ്ഞ കണ്ണുമായി കുടുംബം വിശ്രമമില്ലാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആത്മഹത്യ എന്ന് വിശ്വസിക്കാൻ നമ്മൾക്ക് കഴിയോ? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഷാവറ അംഗങ്ങളിൽപ്പെട്ട ഒരാൾ ആത്മഹത്യ ചെയ്യുമെന്ന് വിശ്വസിക്കാൻ സമസ്തയെ സ്നേഹിക്കുന്ന നമ്മൾക്ക് കഴിയോ? ഷംസുൽ ഉലമയും കണ്ണിയത്ത് ഉസ്താദും വർക്കൽ മുല്ലക്കോയ തങ്ങളും സ്ഥാപിച്ച ഈ മഹത്തായ പ്രസ്ഥാനത്തിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരാൾ വൈസ് പ്രസിഡന്റായി നിൽക്കുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? ഉണ്ടോ? CBIയുടെ റിപ്പോർട്ട് നമ്മളൊന്ന് ഇരുന്ന് വായിച്ചാൽ മതി. അതിന്റെ വൈരുദ്ധ്യങ്ങൾ കൊണ്ട് തന്നെ ഇത് ആത്മഹത്യയല്ല, കൊലപാതകമാണെന്നും CBI ചെയ്തതൊരു പൊറാട്ട് നാടകമാണെന്നും നമ്മൾക്ക് തിരിച്ചറിയാൻ ഇതിനേക്കാളപ്പുറം വേറെ ഒന്നും ആവശ്യമില്ല. എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഇതൊരു കാസർഗോഡ് ജില്ലക്കാരുടെ വികാരമായി നിങ്ങൾ ഒതുക്കരുത്. ഇത് കേരളക്കരയിൽ സമസ്തയെ സ്നേഹിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ഓരോ പ്രവർത്തകരുടെയും വികാരമായി മാറണം. ഇറങ്ങണം നമ്മൾ സമരമുഖത്തേക്ക്. ഈ മഹാനായ CM ഉസ്താദിന്റെ ഘാതകരെ വെളിച്ചത്ത് കൊണ്ടുവരുന്നത് വരെ വിശ്രമമില്ലാതെ പോരാടാൻ നമ്മൾക്ക് കഴിയണം. നമ്മൾക്ക് മനസ്സിലായിട്ടില്ല അദ്ദേഹം ആരാണെന്ന്. കാസർഗോഡ് ജില്ലയിലെ വടക്കേ ഭാഗത്ത് മലക്കേ മലബാറിലായതുകൊണ്ട് അദ്ദേഹത്തിന്റെ മഹത്വം തിരിച്ചറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഇറങ്ങണം നമ്മൾ, അദ്ദേഹത്തെ കുറിച്ച് പഠിക്കണം. ഇത് ആത്മഹത്യയല്ല എന്ന് ലോകത്തിന് മുമ്പിൽ വിളിച്ചു പറയണം. ഘാതകരെ നമ്മൾ വിളിച്ചത് കൊണ്ടുവരണം ഇൻഷാ അല്ലാഹ്, താമസിയാതെ. അതിന്റെ പിന്നിൽ കളിച്ച ഏത് പണച്ചാക്കുകളും, ഏത് അധികാരമോഹികളും, അധികാരത്തിലിരിക്കുന്ന ഏത് സ്ഥാനക്കാരായാലും ശരി ഇൻഷാ അല്ലാഹ് വെളിച്ചത്ത് കൊണ്ടുവരും. അതിനുവേണ്ടി മരണം വരെ നമ്മൾ പരിശ്രമിക്കുകയും ചെയ്യും. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നിങ്ങളൊക്കെ വേണം കൂടെ. നിങ്ങളിങ്ങനെ ഞങ്ങൾ തിരൂരുകാരാണ്, കാസർഗോട്ടുകാരുടെ വിഷയത്തിൽ നമ്മളെന്തിനാ ബന്ധപ്പെടുന്നതെന്ന് നിങ്ങളങ്ങനെ വിചാരിക്കരുത്. ഇതൊരു മാനുഷിക പ്രശ്നമാണ്, അല്ലേ? ജീവിക്കാനുള്ള മനുഷ്യന്റെ അവകാശത്തിനെതിരെയുള്ള പച്ചയായ ധ്വംസനമാണിത്, അല്ലേ? സമസ്തയുടെ വൈസ് പ്രസിഡന്റ് കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾക്കൊക്കെ എന്ത് വിശ്വാസത്തിൽ നമ്മളൊക്കെ ജീവിക്കുക? സമസ്തയുടെ വൈസ് പ്രസിഡന്റ് കൊല്ലപ്പെട്ടിട്ട് ആത്മഹത്യയാണെന്ന് ചിത്രീകരിച്ചിട്ട് നമ്മളൊക്കെ എന്ത് ധൈര്യത്തിലേന് ജീവിക്കുക?
അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഈ വിഷയം നെഞ്ചിലേറ്റുകയും നിങ്ങളുടെയൊക്കെ പൂർണ്ണമായ സപ്പോർട്ടും അതിനു വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയും ഉണ്ടാവണമെന്ന് ഞാൻ സാന്ദർഭികമായി ഉണർത്തുകയാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം വിളിച്ചു പറഞ്ഞപ്പോഴാണ് ജനങ്ങൾക്ക് കണ്ണിലെ കരടായി മാറിയത്. അതുവരെ കൃഷ്ണമണിയായിരുന്നു, നബിതങ്ങളെ വല്ലാത്ത സ്നേഹമായിരുന്നു. അതുവരെ നബിതങ്ങളെ, എന്തിനേറെ നബിതങ്ങൾക്ക് നുബുവത്ത് കിട്ടുന്നതിന് മുമ്പ് കഅബയുടെ വിഷയം തർക്കത്തിൽ വരികയാണ്. കഅബയിൽ ഹജറുൽ അസ്വദ് ആരാണതിന്റെ സ്ഥലത്തേക്ക് മാറ്റിവെക്കുക എന്നൊരു ചർച്ചാ വിഷയം വന്നപ്പോൾ അവിടെ വലിയൊരു യുദ്ധത്തിന് കാരണമായി. വലിയൊരു പടക്കളം, വലിയൊരു യുദ്ധക്കളം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടായി. ആ സമയത്ത് അവർ തീരുമാനിക്കാൻ ഏൽപ്പിച്ചത് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. അന്ന് നബിതങ്ങൾ പ്രവാചകനല്ല, നബിതങ്ങളുടെ വിശ്വസ്തത കണ്ട് അള്ളാഹുവിന്റെ ഹബീബിനെ ഏൽപ്പിച്ചതാണ്. ആ ഹബീബിനെയാണ് സത്യം തുറന്നു പറഞ്ഞപ്പോൾ അറ്റാക്ക് ചെയ്യാൻ ചില ആളുകൾ തയ്യാറായത്. അതേപോലെ സത്യം തുറന്നു പറയുന്നവർക്കെതിരെ ശബ്ദങ്ങൾ ഉണ്ടാവും, ഒതുക്കി നിർത്താൻ ശ്രമിക്കും, ഭീഷണികൾ ഉണ്ടാകും. അതൊന്നും നമ്മൾ മുഖവിലക്കെടുക്കേണ്ടതില്ല. ജീവിക്കുന്ന കാലം വരെ അന്തസ്സോടെ ജീവിക്കണം. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ 23 വർഷമാണ്, 10 വർഷമാണ് മക്കയിൽ പ്രബോധനം നടത്തിയത്. ആ 10 വർഷം അള്ളാഹുവിന്റെ ഹബീബും സ്വഹാബാക്കളും കഅബയിൽ പോയിട്ടുണ്ട്, നിസ്കരിച്ചിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെയാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പറഞ്ഞേക്കുന്നത്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ആട്ടിയോടിക്കുന്നത്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോ അള്ളാഹുവിന്റെ ഹബീബിന് വിഷമമുണ്ടായിരുന്നു. ഗൾഫ് നാട്ടിൽ നിന്ന് ഗൾഫിലേക്ക് പോകുമ്പോൾ നമ്മൾക്കുണ്ടാകുന്ന ഒരു വിഷമമുണ്ട്. നമ്മുടെ കണ്ണിൽ നിന്ന് ഇറ്റി വീഴാറുള്ള കണ്ണുനീർത്തുള്ളികൾ നമ്മുടെ നാടിനോട് നമ്മൾക്കുള്ള സ്നേഹമാണത്. അതേപോലെ അള്ളാഹുവിന്റെ ഹബീബ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ മക്കയിലേക്ക് തിരിഞ്ഞിട്ട് പറയുന്നുണ്ട്, അള്ളാഹുവേ, ഈ മക്കയെ എനിക്കിഷ്ടമാണ് റബ്ബേ, അതേപോലെ എനിക്ക് മദീനയോടും നീ സ്നേഹവും ഇഷ്ടവും തരണേ അല്ലാ. മക്കയെ ഞാൻ ഇഷ്ടപ്പെട്ടതുപോലെ മദീനയെ ഇഷ്ടപ്പെടാൻ നീ എനിക്ക് ആ ഒരു സ്നേഹം എന്റെ മനസ്സിലേക്ക് തരണേ എന്ന് ദുആ ചെയ്തിട്ടാണ് മദീനയിൽ പോകുന്നത്. പിന്നെ എന്തുണ്ടായി? 13 വർഷക്കാലം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ദഅവത്ത് നടത്തുകയാണ്, മദീനയിൽ പ്രബോധനം നടത്തുകയാണ്, മദീനയിൽ ദഅവത്ത് നടത്തുകയാണ്, മദീനയിൽ പ്രബോധനം നടത്തുകയാണ്. അതുകൊണ്ട് അങ്ങനെ 13 വർഷം കാലം അള്ളാഹുവിന്റെ ഹബീബും മഹാന്മാരായ സ്വഹാബാക്കളും മദീനയിൽ നിൽക്കുന്നുണ്ട്. പിന്നെ മദീനയിലെത്തി ഒരു 7 വർഷം കഴിഞ്ഞപ്പോഴല്ലേ അള്ളാഹുവിന്റെ ഹബീബ് മക്കയിലേക്ക് തിരിച്ചു വരുന്നത്. എന്റെ വിഷയം ശ്രദ്ധിക്കണേ. നബിതങ്ങളും സഹാബാക്കളും മക്കയിലെത്തി, മക്കയിൽ നിന്ന് മദീന പോയി, മദീനയിൽ നിന്ന് വീണ്ടും മക്കയിലെത്തി. മക്കയിലാണ് കഅബയുള്ളത്. തവാഫ് ചെയ്യാം, ഉംറ ചെയ്യാം, ഹജ്ജ് ചെയ്യാം. ഹജ്ജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അൽ ഹജ്ജുൽ മബ്റൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. സ്വീകാര്യമായ ഹജ്ജ് ഒരാൾ ചെയ്താൽ അള്ളാഹു അവർക്ക് നൽകാൻ പോകുന്നത് പരിപൂർണമായ പ്രതിഫലമാണ്, സ്വർഗമാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. സ്വർഗമാണ് സ്വീകാര്യമായ ഹജ്ജിന്റെ പ്രതിഫലം, സ്വർഗമാണ്. അള്ളാഹു നമ്മൾക്ക് സ്വർഗം നൽകട്ടെ. ജീവിതത്തിൽ ഒരുപാട് തവണ ഹജ്ജും ഉംറയും ചെയ്യാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നബിതങ്ങൾ 7 വർഷം കഴിഞ്ഞ് മക്കയിൽ തന്നെ നിൽക്കണമായിരുന്നു, അല്ലെ? തിരിച്ചു വന്ന് മക്ക കീഴടക്കി. പിന്നെ എന്തിനാണ് നബിതങ്ങൾ മദീനയിൽ പോയത്? നബിതങ്ങൾ മദീനയിൽ പോയി. അതേപോലെ തന്നെ സ്വഹാബാക്കളും മദീനയിൽ പോയി. നബിതങ്ങളും പോയി, സ്വഹാബാക്കളും പോയി. അമലിനാണ് പ്രാധാന്യമെങ്കിൽ സ്വഹാബാക്കൾ എന്ത് ചെയ്യുമായിരുന്നു? നബിതങ്ങളുടെ കൂടെ മക്കയിൽ പോവില്ല. അവരെന്ത് ചെയ്യും? മക്കക്കാരായ സ്വഹാബാക്കളൊക്കെ മക്കയിൽ നിന്നിട്ട് ഒരു റക്അത്തിന് 10 ലക്ഷം പ്രതിഫലമുള്ള മക്കയിൽ നിസ്കരിക്കും, കഅബയിൽ തവാഫ് ചെയ്യും, ഉംറ ചെയ്യും, അതേപോലെ തന്നെ ഹജ്ജ് ചെയ്യും, ഹജറുൽ അസ്വദ് ചുംബിക്കും. ഇതൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ അവർക്ക് മനസ്സിലായി അമലല്ല പ്രധാനം സ്നേഹമാണ്. അതുകൊണ്ട് നബിതങ്ങളുടെ കൂടെ അവർ മദീനയിലേക്ക് പോയി. ഇനി ഞാൻ ചോദിക്കട്ടെ, അള്ളാഹുവിന്റെ ഹബീബ് മദീനയിൽ ഉള്ളത് കൊണ്ട് അവർ മദീനയിലേക്ക് പോയി എന്ന് നമ്മൾക്ക് വിശ്വസിക്കാം. എന്നാൽ ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം എന്തേ ആ മദീനക്കാരായ സ്വഹാബാക്കൾ മക്കയിൽ വന്ന് താമസിക്കാത്തത്? എന്നാൽ നബിതങ്ങളുടെ വഫാത്തിന്റെ ശേഷം മക്കയിലേക്ക് വരാലോ, മക്കയിൽ വന്ന് താമസിക്കാമല്ലോ. പക്ഷെ അവർ താമസിച്ചില്ല. എന്തേ? അവർക്കറിയാം അള്ളാഹുവിന്റെ ഹബീബ്, ആ ഹബീബിനോടുള്ള സ്നേഹം കൊണ്ടേ നാളെ മഹ്ശർ ആ ലോകത്ത് രക്ഷപ്പെടുള്ളൂ എന്ന്. അങ്ങനെ അള്ളാഹുവിന്റെ ഹബീബിന്റെ മണ്ണിൽ തന്നെ കിടന്ന് മരിക്കാൻ അവർ കൊതിക്കുകയാണ്.
ആ മണ്ണിൽ തന്നെ കിടക്കണം, ആ മണ്ണിൽ തന്നെ മരിക്കണം, ആ മണ്ണിൽ തന്നെ അമൽ ചെയ്യണം. അതിനേക്കാളും എത്രയോ പ്രത്യേകതകൾ ഈ മക്കയ്ക്കുണ്ടെങ്കിലും അമലിനേക്കാളും പ്രധാനം സ്നേഹമാണെന്ന് മനസ്സിലാക്കി എല്ലാ സ്വഹാബാക്കളും മദീനയിൽ തന്നെ താമസിക്കുകയാണ് ചെയ്തത്. മദീനയിൽ തന്നെ താമസിക്കുകയാണ് ചെയ്തത്. മദീനയിൽ തന്നെ മരിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. യാത്ര പോലും മഹാന്മാരായ സ്വഹാബാക്കളിൽ പലരും യാത്ര പോലും ഉപേക്ഷിച്ചു എന്നാണ്. എന്തേ മദീനയുടെ പുറത്ത് വെച്ച് മരിക്കുമോ എന്ന് പേടിച്ച് യാത്ര പോലും ഒഴിവാക്കി എന്നാണ്. ഒരു അറാബിയുടെ ഹദീസ് നമ്മൾ കേട്ടിട്ടുണ്ട്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, മുത്തുനബിയേ, മത്തസ്സാ, എപ്പോഴാണ് ഖിയാമത്ത് നാൾ സംഭവിക്കുക എന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ മറുപടി വമാ അഅദത്ത ലിസ്സാ, നീ ഖിയാമത്ത് നാളിന് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചതെന്നാണ്. ഖിയാമത്ത് നാൾ ഇന്ന് നടന്നേക്കാം, നാളെ നടന്നേക്കാം, അത് എപ്പോ വേണമെങ്കിലും നടന്നോട്ടെ, അതൊന്നും ഇവിടെ വിഷയമേ അല്ല. ഇപ്പൊ നാളെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയാണെങ്കിലും നിന്റെ കയ്യിൽ ഒരു ചെടിയുണ്ടെങ്കിൽ ആ ചെടിയെ നീ നട്ടു വളർത്തണമെന്നുള്ള പ്രതീക്ഷയാണ് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾക്ക് നൽകിയത്. ഖിയാമത്ത് നാൾ നാളെയാണെന്ന് അറിഞ്ഞോ? ഞാൻ പറയാൻ കാരണം, ചില ആളുകൾ ഖിയാമത്ത് നാൾ വരല്ലേ, എന്തിനാ വീട്, എന്തിനാ ജോലി എന്നൊക്കെ പറഞ്ഞ് ജീവിക്കുന്ന ആളുകൾ ഉണ്ടാവും. ഖിയാമത്ത് നാൾ നാളെയാണെന്ന് അറിഞ്ഞാലും നിനക്കും നിന്റെ കുട്ടികൾക്കും വേണ്ടി നീ വീടെടുക്കണം. അത് നാളെ ആയിക്കോട്ടെ, എന്നാലും നീ എടുക്കണം എന്നുള്ള പ്രതീക്ഷയാണ് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയത്. അപ്പൊ ഖിയാമത്ത് നാൾ എപ്പോഴാണെന്ന ചർച്ച നമ്മൾക്ക് ആവശ്യമില്ല, അത് ഏത് സമയത്തും വന്നോട്ടെ. പക്ഷേ നമ്മുടെ ചർച്ച ഇന്ന് ഖിയാമത്ത് നാൾ സംഭവിച്ചാൽ, അല്ലെങ്കിൽ നാളെ ഖിയാമത്ത് നാൾ സംഭവിച്ചാൽ എന്താണ് നാളത്തെ ഖിയാമത്ത് നാൾ കഴിഞ്ഞ് മഹ്ശറ ലോകത്തേക്ക് വേണ്ടി ഞാനും നിങ്ങളും ഒരുക്കി വെച്ചത്. എൻ്റെ ഒരു ഞാനൊക്കെ ഏറെ സ്നേഹിക്കുന്ന, എന്നെ അതിനേക്കാളേറെ സ്നേഹിക്കുന്ന എൻ്റെ ഒരു കുടുംബത്തിലെ എൻ്റെ മൂത്താപ്പയുടെ മകൻ ഒരു 3 ദിവസം മുമ്പ് വളരെ അപ്രതീക്ഷിതമായി മരിച്ചു പോവുകയുണ്ടായി. അതോടുകൂടി നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ പ്രതീക്ഷ തന്നെ നഷ്ടപ്പെടാണ്. ഒരു രോഗവുമില്ല, പ്രത്യേകമായൊരു രോഗമില്ല. എൻ്റെ മകൻ പറയാണ്, രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് എൻ്റെ തന്നെ ഒരു വാല് കേട്ടു. വാല് കേട്ടിട്ട് മകനോട് പറഞ്ഞു, എനിക്ക് ഛർദ്ദിക്കാൻ മുട്ടുന്നു എന്ന് പറഞ്ഞ്, ഓക്കാനം വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ 2-3 ടാബ്ലറ്റ് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഹോസ്പിറ്റലിൻ്റെ വരാന്തയിൽ ഇരുന്നിട്ട് മകൻ്റെ മടിത്തട്ടിലേക്ക് വീണ് മരിച്ചു പോവാണ്. വലിയ പ്രായമൊന്നുമില്ല, ഒരു 50 അതിനോടടുത്തൊരു പ്രായമുള്ളൂ. ഒരു സൂചന പോലുമില്ലാതെ അദ്ദേഹത്തിൻ്റെ മാതാവ് രോഗിയായിട്ട് വർഷങ്ങളായി, അദ്ദേഹത്തിൻ്റെ ഉമ്മ രോഗിയായിട്ട് വർഷങ്ങളായി. അല്ലാഹു ആ മാതാവിന് ശിഫ നൽകട്ടെ, അല്ലാഹു ആ മാതാവിന് ഖൈറായത് അല്ലാഹു നൽകട്ടെ. പറഞ്ഞു വരുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഒരാളുടെ ജീവിതത്തിലും ഒരു ഗ്യാരണ്ടി ഇല്ല. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നാളെ ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുമെന്ന്? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, എന്നും വസിയ്യത്ത് ചെയ്തുകൊണ്ടേയിരിക്കുക. ഞാൻ നാളെ മരിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് രഹസ്യങ്ങൾ ഉണ്ടാകും. ആ രഹസ്യങ്ങൾ നമ്മുടെ ഭാര്യമാരുമായി ഷെയർ ചെയ്തേക്കണം. നമ്മുടെ ഉമ്മമാരോട് പറയണം, ഉപ്പമാരോട് പറയണം, മക്കളോട് പറയണം, വസിയത്ത് ചെയ്യണം. ഞാനൊക്കെ രോഗിയായി കിടന്നിട്ട് കിടപ്പിൽ വെച്ചിട്ട് വസിയത്ത് ചെയ്യാമെന്ന് വിചാരിച്ച പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ മരിച്ചുപോയാൽ നമ്മുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ അവിടെ തന്നെ ബാക്കിയാകും. അതുകൊണ്ട് എന്ത് വേണം? ഇടയ്ക്കിടെ നമ്മുടെ മനസ്സിന്റെ ഞാൻ മരിച്ചാൽ ഇനി എന്തൊക്കെ വേണമെന്നുള്ള വസിയത്ത് നമ്മൾ ഇടയ്ക്കിടെ നൽകിക്കൊണ്ടേയിരിക്കണം. ഭാര്യയോട് പറയാം, മക്കളോട് പറയാം, അടുത്ത സുഹൃത്തുക്കളോട് പറയാം. ഒരുപക്ഷെ നിങ്ങൾ ഭാര്യ അറിയാതെ സ്വത്തുക്കൾ നിങ്ങളുടെ കയ്യിലുണ്ടാകും, കടം കൊടുക്കാനുണ്ടാകും, കടം കിട്ടാനുണ്ടാകും. നിങ്ങൾ മരിച്ചുപോയാൽ ആർക്കതറിയാം? 1 ലക്ഷം നിങ്ങൾ കൊടുക്കാനുണ്ട്, അത് ആർക്കറിയാം? നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ആർക്കറിയാം? നാളെ നിങ്ങൾ മരിച്ചുപോയി, ഭാര്യക്കറിയില്ല, മക്കൾക്കറിയില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഭാര്യയോട് പോയി വസിയത്ത് ചെയ്യണം. എനിക്ക് ഇത്രയൊക്കെ തുക കൊടുക്കാനുണ്ട്, ഇത്രയൊക്കെ തുക കിട്ടാനുണ്ട്, ഞാൻ മരിച്ചാൽ നീ ഇങ്ങനെയൊക്കെയാ ചെയ്യേണ്ടത്.